ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ഫിഞ്ചൽ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തോട് അടുക്കുകയാണ്. വൈകിട്ടോടെ പുതുച്ചേരി തീരത്ത് മഹാബലിപുരത്തിനും കാരിക്കലിനും ഇടയിലാണ് കാറ്റ് കരതൊടുക. കാറ്റ് കരയിലേക്ക് അടുത്തതോടെ തീരപ്രദേശ ജില്ലകളിൽ മഴ കനത്തിട്ടുമുണ്ട്. ചെന്നൈയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിമാനത്താവളം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. നദീറ IP ചേരുന്നു വിവരങ്ങളുമായി. നദീറ, ഫിഞ്ചൽ ചുഴലിക്കാറ്റ് തീരത്തോട് അടുക്കുകയാണ്. ശക്തമായ മഴയാണ് ചെന്നൈയിൽ ഉൾപ്പെടെ. തീരപ്രദേശങ്ങളിൽ എത്രത്തോളം ജാഗ്രതയുണ്ട്? താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോൾ തന്നെ വെള്ളക്കെട്ടിലായിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ. വിനിത, ഇപ്പോൾ ചുഴലിക്കാറ്റ് തീരത്തോട് അടുത്തു കഴിഞ്ഞു, വളരെ അടുത്തെത്തിക്കഴിഞ്ഞു എന്ന വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. ചുഴലിക്കാറ്റ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് 90 കിലോമീറ്ററും പുതുച്ചേരിയിൽ നിന്ന് വെറും 80 കിലോമീറ്ററും അകലെ മാത്രമാണുള്ളത്. ഇങ്ങനെ വരുമ്പോൾ ഊഹിക്കാം ഏതു തരത്തിലുള്ള കാലാവസ്ഥയായിരിക്കും തീരദേശങ്ങളിൽ അനുഭവപ്പെടുക എന്നുള്ളത്. അതിതീവ്ര മഴയാണ് ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുച്ചേരിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ബീച്ചുകളിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചിരിക്കുന്നു. ആരും തന്നെ ഇല്ല. മത്സ്യബന്ധന ഭാഗങ്ങളൊക്കെ, തീരദേശങ്ങളൊക്കെ തന്നെ കാലിയായിരിക്കുന്നു. നേരത്തെ തന്നെ കാലിയാക്കിയിരുന്നു. ഇപ്പോൾ ബോട്ടുകളെല്ലാം കൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്. ആരും തന്നെ ഈ തീരപ്രദേശങ്ങളിലൊന്നും തന്നെ ഇല്ല. അതികഠിനമായ മഴയാണ് ഇവിടങ്ങളിൽ പെയ്യുന്നത്. ചെന്നൈ ഒട്ടുമുക്കാലും വെള്ളത്തിലായി എന്ന് തന്നെ പറയാം. എല്ലായിടത്തും രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെടുകയാണ്. പുതുച്ചേരിയിലും ഇതേ അവസ്ഥയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ചുഴലിക്കാറ്റിൻ്റെ വേഗം 7 കിലോമീറ്ററായി, മണിക്കൂറിൽ 7 കിലോമീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. അടുത്തെത്തും തോറും തീവ്രത കുറയാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പക്ഷേ അത് ഉറപ്പിച്ച് പറയാനുമാകില്ല. മണിക്കൂറുകൾ പോകുന്തോറും ഇതിൻ്റെ സ്ഥിതി മാറാനുള്ള സാഹചര്യവുമുണ്ട്. എന്തായാലും ഇപ്പോൾ 7 കിലോമീറ്റർ, മണിക്കൂറിൽ 7 കിലോമീറ്റർ എന്ന വേഗതയിൽ ഇത് കരയോടടുത്തുകൊണ്ടിരിക്കുന്നു. മഹാബലിപുരത്തിനും കാരയ്ക്കലിനും ഇടയിലുള്ള പ്രദേശത്തെ കര തൊടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിന് നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തമിഴ്നാട്, പുതുച്ചേരി സർക്കാരുകൾ നടത്തിയിരുന്നു. എന്നിരുന്നാലും മഴ ഇത്ര കനക്കുമ്പോൾ, കാറ്റ് ഇത്ര ശക്തിയായി വീശുമ്പോൾ എന്തും സംഭവിക്കാമെന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ആളപായവും നാശനഷ്ടവും ഒക്കെ കുറയ്ക്കാനുള്ള നടപടികൾ നേരത്തെ തന്നെ സർക്കാരുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആളുകളെയെല്ലാം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിമാനത്താവളം അടച്ചിരിക്കുകയാണ്. നാളെ രാവിലെ പുലർച്ചെ 4 മണി വരെ ഒരു വിമാനവും സർവീസ് നടത്തുകയില്ല. ചെന്നൈ വിമാനത്താവളം അടച്ചിരിക്കുകയാണ്. തീവണ്ടി ഗതാഗതത്തെയും അതുപോലെ തന്നെ സബർബൻ ട്രെയിനുകളുടെ ഗതാഗതത്തെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. എല്ലായിടവും വെള്ളക്കെട്ടിനാൽ രൂക്ഷമാണ്. ഗതാഗത സ്തംഭനവും പലയിടത്തും അനുഭവപ്പെടുന്നുണ്ട്. ആളുകളോട് ആവശ്യമില്ലാതെ അനാവശ്യമായി പുറത്തേക്ക് പോകരുതെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന പ്രദേശങ്ങളിൽ യന്ത്രങ്ങളുടെ സഹായത്തോടെ വെള്ളം വറ്റിക്കുന്ന പ്രക്രിയ പലയിടത്തും നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി MK സ്റ്റാലിനും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിനും എല്ലാ കാര്യപരിപാടികളും നടപടിക്രമങ്ങളും ഒക്കെ പരിശോധിക്കുകയും മോണിറ്റർ ചെയ്യുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യവും നേരിടാനുള്ള എല്ലാം സജ്ജമാണ് തമിഴ്നാട്ടിലെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി അവലോകന യോഗത്തിനു ശേഷം അറിയിച്ചിട്ടുണ്ട്. പുതുച്ചേരിയിലും മുഖ്യമന്ത്രി N. രംഗസ്വാമിയുടെ നേതൃത്വത്തിൽ അവിടെയും ഇതുപോലെ രക്ഷാപ്രവർത്തനത്തിനുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അധികം വൈകാതെ ഈ പ്രതീക്ഷിക്കുന്ന ചുഴലിക്കാറ്റ് കര തൊടുന്നതായിരിക്കും. ആളപായവും നാശനഷ്ടവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമാവധി കുറയ്ക്കുന്നതിന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ 2 സംസ്ഥാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. ചെന്നൈയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ആളുകൾ വീടുകളിൽ തന്നെ തുടരണമെന്ന നിർദ്ദേശമാണ് വരുന്നത്. ഏതായാലും തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രത തുടരുന്നു. അല്പസമയത്തിനകം തന്നെ ചുഴലിക്കാറ്റ് തീരം തൊടും. അതോടെ അതിന്റെ ശക്തി കുറയുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. AP നദീറയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.